നിർത്തേ. ഇതേ ഇപ്പൊ കൊട്ടാനും പാടാനുള്ള നേരമല്ല. എന്തോ അറിഞ്ഞില്ലേ നമ്മുടെ കുമാരൻ മരിച്ചു. തീർന്നു. ഒരു പഞ്ചായത്ത് മുഴുവൻ ഇളകിയിട്ടുണ്ടല്ലോ. കുട്ടപ്പാ എങ്ങോട്ടാ എല്ലാരും കൂടെ ജാതിയായിട്ട്? എടാ, അതാ അണ്ണാമാധവന്റെ ശബ്ദമാണല്ലോ. അയാള് മരത്തേലുണ്ടോ? അണ്ണാനെ നീ അറിഞ്ഞ നമ്മുടെ കാട്ടിലെ കുമാരൻ കൂട്ടിലെ വടിയടാ. നമ്മുടെ കാട്ടിപ്പറമ്പ് കുമാരൻ വഴിയായി പോയെന്ന്. എന്ത് നമ്മുടെ കുമാരനോ? ഞാൻ വരുന്നു. ഇറങ്ങി വാ, ഇറങ്ങി വാ. കള്ളന്മാരെ കേടികളെ കമണ്ടടിക്കാരെ ബില്ലാളികളെ ജഗജില്ലികളെ ജാഗ്രത ജാഗ്രത. നിന്നെ കാണാനിരിക്കായിരുന്നു. ഒരു കാര്യം നിക്കില്ല കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ചേട്ടന്റെ വീട്ടിൽ അടിച്ചു മാറ്റി സൈക്കിളല്ല ബസ് സ്റ്റാൻഡിന് പൊക്കിയതാ. നീ പോടാ, നീ ഒന്നും നന്നാവൂല. നിങ്ങൾ വരി. ഇവിടെ ഒരു പാലമുണ്ട്, സൂക്ഷിച്ചു വരണം. ആ മഴ ഇങ്ങി താടാ അണ്ണാനെ, നിന്നെ കൊണ്ട് എല്ലാം കൂടെ താങ്ങൂല. അതാ അണ്ണാനെ, ആ പുറകെ വരുന്ന മണിയനെ ഒന്ന് സൂക്ഷിക്കണം. അവന്റെ കാല് സദാസമയം ഉറക്കാത്തതാ. കുട്ടപ്പാ നീ നിന്നെ നോക്കിയാൽ മതി, നിനക്ക് കണ്ണും പുല്ലും കാണാത്തതാ. ആരാ പോയേ? കണ്ട, മഴ പോയപ്പോ അവന്റെ ബാലൻസും പോയി. ഞാനിത് വാങ്ങിച്ചില്ലായിരുന്നു, ഇപ്പൊ ഇത് നനഞ്ഞേനെ. നീന്തിക്കാരി വാടാ കഴുതേ. ഞാനുണ്ട്. വീടെത്തി. ആരും എത്തിയിട്ടില്ലെന്നാ തോന്നണേ. സത്യം വെള്ളമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ, ഞാനാണ് സഖാവ് ബാബു. കേൾക്കുന്നുണ്ടോ? അല്ല, അപ്പൊ മാവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? തെക്കാലെ മൂവാണ്ടൻ അങ്ങോട്ട് വെട്ടിയാലോ? മാവിന്റെ കാര്യം തീരുമാനിക്കാനൊക്കെ ഇനി നേരമുണ്ട്. ആദ്യം ബോഡി ഇങ്ങോട്ട് എത്തട്ടെ. ഒരു നോക്ക് കാണാന്നും പറഞ്ഞോണ്ട് ഓടി എത്തിയതാ. അല്ല, ബോഡി എവിടെയാ കിടത്തിയിരിക്കണേ? ബോഡി എത്തിയില്ല. എപ്പ എത്തും? അതിപ്പോ ബോഡി എവിടെയാ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ കത്ത് വന്നു കേട്ടതോ? കത്തിലൊന്നും ഇല്ല, ആത്മഹത്യ. ആത്മഹത്യ? ഇന്ന് കുമാരൻ ആത്മഹത്യ ചെയ്തു. നാളെ എനിക്കും നിങ്ങൾക്കും ഇത് സംഭവിക്കാം. കാരണം ഓരോ ഇന്ത്യക്കാരനും എത്രയോ രൂപയ്ക്ക് കടക്കാരനാണ് സഖാക്കളെ. ഞാൻ ആരുടെയും കടക്കാരനൊന്നുമില്ല, ഞാൻ ഇന്ത്യക്കാരനാ. കേന്ദ്രം കടം വാങ്ങിച്ചാൽ ഞാൻ ഇതിനാ കൊടുക്കുന്നേ. ഞാൻ എപ്പോ കഴിച്ചാലും രൊക്കം കാശ് കൊടുക്കുന്നവനാ. ബോധമില്ലാത്ത മനുഷ്യരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ എന്താ പോംവഴി സഖാവ്? സഖാവ് എന്നെ പറ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. പോകാതിരുന്നൂടെ? മേലെ വാര്യത്തെ അമ്മണിയമ്മ കിണറ്റിൽ ചാടിച്ചപ്പോ സഖാവല്ലേ എല്ലാ കാര്യത്തിനും ഓടി നടന്നത്. പിന്നെന്താ? അത് വീട്ടുമുറ്റത്തെ കിണറ്റിലല്ലേ? ഇത് അങ്ങനെ അല്ലല്ലോ. ഇത് ആരെ കൊണ്ടാ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ.